ശരി, വിനയ തുടരുക. വിനയിലേക്ക് തിരികെ വരുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ സമയത്ത് ലഭിക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ അർദ്ധരാത്രി 1:44 നടന്ന ഈ ഭീകരാക്രമണം നമ്മുടെ അമ്മമാരുടെ, പെങ്ങന്മാരുടെ ഒക്കെ സിന്ദൂരമായി ഈ ഭീകരാക്രമണത്തിനുള്ള കൃത്യമായ തക്കതായ മറുപടി അതിൻ്റെ തുടക്കം മാത്രമാണെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. മറ്റ് വാർത്തകൾ കൂടി അവസരത്തിൽ ലഭ്യമാവുകയാണ്. പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ രാത്രി മുഴുവനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരമായി നിരീക്ഷിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹമാണ് ഈ പേര് നിർദ്ദേശിച്ചത് എന്ന സൂചന നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ അമ്മമാരുടെ സിന്ദൂരമായ ഈ ആക്രമണത്തിന് അതിന് തിരിച്ചടി നൽകുമ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഈ ഓപ്പറേഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും പ്രധാനമന്ത്രി നിരന്തരം ഈ ഓപ്പറേഷനെക്കുറിച്ചുള്ള, ഈ സർജിക്കൽ സ്ട്രൈക്കിനെക്കുറിച്ചുള്ള, പ്രിസൈസ് ആക്രമണത്തെക്കുറിച്ചുള്ള ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്ത്യയിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൈബയുടെയും പ്രധാന നേതാക്കളെ ലക്ഷ്യം വെച്ചും അവരുടെ പരിശീലന കേന്ദ്രങ്ങളെയും മറ്റും ലക്ഷ്യം വെച്ചാണ് ഇന്ത്യൻ സേനയുടെ ഈ ആക്രമണം ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്.